നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് എല്ലിക്കൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിഫ്റ്റി ശക്തമായിട്ടുള്ളൊരു റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഇന്ന് നിഫ്റ്റിയുടെ റാലിയിൽ ചെറിയൊരു കുറവാണ് ഉണ്ടായിട്ടുള്ളൂ. നിഫ്റ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും മറ്റുള്ള ഫിനാൻഷ്യൽ നിഫ്റ്റിയിലും എല്ലാം തന്നെ ചെറിയ തോതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിൽ ഇന്ന് പ്രധാനമായിട്ടും L&Tയും റിലയൻസും ഉൾപ്പെടെയുള്ള കമ്പനീസ് ശക്തമായൊരു പിന്തുണ കൊടുത്തത് കൊണ്ടാണ് നിഫ്റ്റി ഇന്ന് വലിയ തോതിൽ ഫോളോ ആവാതെ നിന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലുള്ള ബാങ്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ഇന്ന് നിഫ്റ്റിനേക്കാൾ കുറച്ച് അധികം ഇടിഞ്ഞൊരവസ്ഥയിലാണ് നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. US നിന്ന് ജെറോം പവലിൻ്റെ സ്പീച്ചൊക്കെ ഗ്ലോബൽ മാർക്കറ്റ് ഉറ്റുനോക്കുന്ന ഒരു പ്രധാന ഇവൻ്റാണ്. മാർക്കറ്റിലെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ പേപ്പർ സ്റ്റോക്കുകൾ റാലി രേഖപ്പെടുത്തി. JK പേപ്പർ 18% റാലി. IRDAയും മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ അവസാനം ഒരു ബ്ലോക്ക് ഡീൽ കാരണം ഒരു 6% റാലി രേഖപ്പെടുത്തി. NMDC കമ്പനി ഇവരുടെ പ്രൈസ് കുറച്ചത് കാരണം NMDCയിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നോൺ ഫിനാൻഷ്യൽ ബാങ്കിങ് കമ്പനിയായിട്ടുള്ള ശ്രീറാം ഫിനാൻസ്, ക്യാൻഫിൻസ് ഹോംസ് എല്ലാം തന്നെ ഒരു 3 to 4% ഒരു ഫോള് കണ്ടു. ടെലികോം മേഖലയിലെ ജയൻറ്റ് കമ്പനിയായിട്ടുള്ള എയർടെലും 2% ഒരു ഫോള് കണ്ടു. റിലയൻസ് ഇന്ന് ശക്തമായിട്ട് മാർക്കറ്റിൽ നിലകൊണ്ടു. നിഫ്റ്റിയിൽ വലിയൊരു ആപത്തുണ്ടാവാതെ കാത്തത് റിലയൻസും ഈ ഒരു L&T തുടങ്ങിയ കമ്പനീസാണ്. കൂടാതെ തന്നെ IT സ്റ്റോക്കും ഇന്ന് നിഫ്റ്റി 50യിൽ ടോപ്പ് ഗെയിനേഴ്സിലായിട്ടുള്ളത് ഒരു 3 കമ്പനീസും IT സ്റ്റോക്കുകളാണ്. അപ്പോൾ IT സ്റ്റോക്കുകളും ശക്തമായിട്ടുള്ള ഒരു പോസിറ്റീവ് സപ്പോർട്ട് നിഫ്റ്റിക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഏതെങ്കിലും ഒരു സെക്ടർ നിഫ്റ്റിയിൽ സപ്പോർട്ടായിട്ട് വരും. നിഫ്റ്റിനെ ഫർദറായിട്ട് ഫോളോ ആവാതെ രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിഭാസം തന്നെ ഇന്ന് കണ്ടു. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് മാർക്കറ്റ് ഇന്ന് ബിഹേവ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ആദ്യത്തെ 24,240 ഇന്നാണ് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ. അതിനുശേഷം ഒരു തുടർച്ചയായിട്ട് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ക്യാൻഡിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്നലത്തെ ക്ലോസ് കാണാം, ഇന്നത്തെ ഓപ്പണിംഗ് കാണാം. ഇന്നത്തെ ഓപ്പണിംഗിൽ നിന്ന് ഏകദേശം ഒരു 6-7 ക്യാൻഡിലുകൾ തുടർച്ചയായിട്ടൊരു ഫോളായി 24,080 സപ്പോർട്ട് എടുത്തതിന് ശേഷം വീണ്ടും നിഫ്റ്റി ഒന്ന് ഗെയിൻ ചെയ്യാൻ ശ്രമിച്ചു. വീണ്ടും 24,080 എന്ന റേഞ്ച് സപ്പോർട്ട് 2 സർക്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എനിവേ ഇന്നത്തെ ഇൻട്രാഡേ ഹൈയിൽ നിന്ന് ഒരു 170 പോയിൻറ്റ് ഫോളായ നിലയിൽ നിഫ്റ്റി 18 പോയിൻറ്റും സെൻസെക്സ് 34 പോയിൻറ്റും ബാങ്ക് നിഫ്റ്റി എന്നാൽ 400 പോയിൻറ്റിൻ്റെ ഒരു ഫോള് കണ്ടു. NSEയിൽ 1195 കമ്പനീസും ഇന്ന് പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. NSEയിൽ 1161 കമ്പനിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിൽ L&T, വിപ്രോ, ഇൻഫോസിസ്, HDFC ബാങ്ക്, TCS തുടങ്ങിയ കമ്പനീസ് പോസിറ്റീവായിട്ട് നിലകൊണ്ടിട്ടുണ്ട്. പ്രൈവറ്റ് സെക്ടറിൻ്റെ കാര്യം എടുക്കുമ്പോൾ, പ്രൈവറ്റ് സെക്ടർ ബാങ്കിൻ്റെ കാര്യം എടുക്കുമ്പോൾ HDFCയിൽ ഇന്ന് ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടില്ല. HDFC കാണാം ഗ്രീനിൽ അടച്ചത്. പിന്നെ മറ്റുള്ള എല്ലാ സ്റ്റോക്കുകളും IT ആണ്. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത് നോൺ ഫിനാൻഷ്യൽ കമ്പനിയായിട്ടുള്ള ശ്രീറാം ഫിനാൻസ്, എയർടെൽ, കൊടാക് മഹീന്ദ്ര, ടാറ്റ മോട്ടേഴ്സ്, ഇൻഡസ്ഇൻഡ് ബാങ്ക് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നപ്പോൾ വളരെ മിക്സഡ് ആയിട്ടുള്ളൊരു ഡേറ്റയാണ്. ടാറ്റ മോട്ടേഴ്സിൻ്റെ എല്ലാം തന്നെ സെയിൽസ് കുറഞ്ഞത് നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഗ്ലോബൽ മാർക്കറ്റ് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന 3 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റാണ്, നെഗറ്റീവാണ്. ഇന്ന് ഇന്ത്യ വിക്സ് 1.37% ഫോളായി. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കിയാണ്, അത് പോസിറ്റീവിൽ അടച്ചത് കാണാൻ സാധിക്കും. കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു അവസ്ഥ. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 62,718, അതിന് താഴെ ഗോൾഡ് $2,325 പെർ ഔൺസ്, തൊട്ട് താഴെ ബ്രന്റ് ഓയിൽ $87 സ്പൈക്ക് ആയിട്ടുള്ളത്. ഈ ഒരു ബ്രന്റ് ഓയിൽ ഉയരാനുള്ള കാരണം നമ്മൾ മാർക്കറ്റ് ന്യൂസിൽ പറയുന്നുണ്ട്. നാളെ ഇനിയിപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. PCR 0.71 ആണ്. കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. 53,000 ആണ് ഏറ്റവും ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് കോൾ സൈഡിൽ. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ മാർക്കറ്റിൽ കണ്ടിട്ടുള്ള ഓൺലൈൻ കാര്യങ്ങൾ ഇതാണ്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ ഒരു വെബ്സൈറ്റിൽ ട്രേഡ് ബഡി എന്ന് പറഞ്ഞൊരു ടാബുണ്ട്. ഈ ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും ആവശ്യമായിട്ടുള്ള IPO, ഡിവിഡൻഡ്, അല്ലെങ്കിൽ FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറുള്ള ആക്ടിവിറ്റീസ്, FISൻ്റെ ക്യാഷ് മാർക്കറ്റുള്ള ആക്ടിവിറ്റീസ്, അതെല്ലാം തന്നെ നമ്മൾ ഒരൊറ്റ കൊടക്കീഴിൽ നമ്മൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് എല്ലാം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ നമ്മുടെ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് നമുക്ക് ആദ്യമുള്ളത്
ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസാണെന്ന് സ്റ്റോക്ക് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്തതാണ്. 3150 കോടി രൂപ വർത്ത് വരുന്ന ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റിൻ്റെ സെയിൽസ് ബാംഗ്ലൂരിൽ അവർ ലാൻഡൊക്കെ അക്വയർ ചെയ്ത് നടത്തിയത് കാര്യം നമ്മൾ കണ്ടു. ഇന്ന് സ്റ്റോക്ക് റാലി രേഖപ്പെടുത്തി. ഓയിൽ കമ്പനി ഇന്ന് ക്രൂഡ് ഓയിൽ സ്പൈക്ക് ആയിട്ടുണ്ട്. 2 കാരണങ്ങളാണ്. ഒന്ന് മിഡിൽ ഈസ്റ്റിൽ ടെൻഷൻ ഇൻക്രീസായി എന്നുള്ളതാണ്. 2 അറ്റ്ലാന്റിക്കിൽ ഹൊറിക്കാൻ സീസൺ വന്നിട്ടുണ്ട്, ചുഴലിക്കാറ്റ് സീസൺ വന്നു. ഈ 2 ഘടകങ്ങൾ കാരണം ബ്രന്റ് ഓയിൽ ഇപ്പോൾ $87 പെർ ബാരൽ എന്ന നിലയിലേക്ക് എത്തി നിൽക്കുകയാണ്. മാൻ ഇൻഫ്ര കമ്പനി ഇന്ന് അവർ ഫ്ലോറിഡയിൽ ജോയിൻറ്റ് വെഞ്ചർ പ്രകാരം ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി അവരവിടെ ഫോം ചെയ്തു. TD പവർ കമ്പനി ഇന്ന് ഗെയിൻ ചെയ്ത കമ്പനിയാണ്. അവർക്ക് US-ൽ നിന്ന് $10 മില്യൺ ഒരു ഓർഡർ കിട്ടി. IPOയിലേക്ക് വരുമ്പോൾ അല്ലീഡ് ബ്ലെൻഡേഴ്സ് കമ്പനിയുടെ IPO ഉണ്ടായിരുന്നു. 14% പ്രീമിയം ഇന്ന് നിക്ഷേപകർക്ക് ലഭിച്ചു. സോളാർ ഇൻഡസ്ട്രീസ് കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 1 lakh മാർക്കറ്റ് ക്യാപ്പ് അവർക്ക് ആയിട്ടുണ്ട്. ഇവർക്കൊരു ഓർഡർ കിട്ടിയ ന്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് കമ്പനി ഇവർ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 2000 കോടി രൂപയുടെ സെയിൽസാണ് ടാർഗറ്റ് ചെയ്യുന്നത്. CDSL കമ്പനി നമ്മുടെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ് CDSL. CDSLൻ്റെ ഭാഗത്ത് നിന്ന് അവർ ആദ്യമായിട്ട് ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റോ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എങ്കിൽ കൂടിയും ഇവർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് കമ്പനി. TCS ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള IT കമ്പനി. അവർ സിഡ്നി മാരത്തോണിൻ്റെ ടൈറ്റിൽ പാർട്ണറായിട്ട് TCS മാറി എന്നുള്ളതാണ് TCSനെ സംബന്ധിച്ചുള്ള ന്യൂസ്. അദാനി പോർട്ട് Q1 റിസൾട്ടിന് മുമ്പ് ഇവരുടെ ബിസിനസ് അപ്ഡേറ്റ് വന്നു. കാർഗോ വോളിയം 12% ഉയർന്ന് 37 മില്യൺ ടണ്ണിലേക്ക് ഇവരുടെ കാർഗോ വോളിയം വർദ്ധിച്ചു. ഏഞ്ചൽ വണ്ണ് ഉൾപ്പെടെയുള്ള പല ബ്രോക്കേഴ്സിനും കഴിഞ്ഞ ദിവസം സെബി ഇവർ ഈ ട്രാൻസാക്ഷൻ ചാർജായിട്ട് ബന്ധപ്പെടുത്തി അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഏഞ്ചൽ ഇന്ന് ഏകദേശം ഒരു 10% ഇടിഞ്ഞു. അതിനുശേഷം ഒരു 2% റിക്കവർ ചെയ്തു. ഓൾ ടുഗദർ 8% ഇടിഞ്ഞൊരവസ്ഥയിലാണുള്ളത്. സുഖമായ എക്സ്പോർട്ട് കമ്പനി 4:1 എന്ന റേഷ്യോയിൽ ഇവർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഷെയർ ഹോൾഡ് ചെയ്ത ആളുകൾക്ക് 4 ഷെയർ കിട്ടും. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ 500 കോടി രൂപ കമ്പനി സമാഹരിക്കുന്നുമുണ്ട്. എക്കണോമി ആയിട്ട് ബന്ധപ്പെട്ടൊരു പോസിറ്റീവ് കാര്യമുള്ളത് GST കളക്ഷൻ ഈ തവണയും 1.74 lakh crores കടക്കുമെന്നാണ് അനുമാനം. ഹാപ്പി ഫോർച്യൂൺ കമ്പനി ഇവർ ഈ ഒരു എക്സ്പോർട്ടിലൂടെ ഇവരുടെ 30% റവന്യൂ കൂട്ടാൻ പറ്റുമെന്ന് കമ്പനി കരുതുന്നു. സോം ഡിസ്റ്റിലറീസ് കമ്പനി മധ്യപ്രദേശിൽ ഇവരുടെ ലൈസൻസിനെ സംബന്ധിച്ചുള്ളൊരു ബാൻ ഉണ്ടായിരുന്നു, ചൈൽഡ് ലേബർ കാരണം. എന്നാൽ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ഓപ്പറേഷന് ഇത് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറി. അപ്പോൾ ഇന്ന് സോം ഡിസ്റ്റിലറീസിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. റെയിൽടെൽ കോർപ്പറേഷൻ കവച് സിസ്റ്റം വഴി ഇവർക്ക് ഓർഡറുകൾ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൂർവങ്കര കമ്പനി ഇതൊരു റിയാലിറ്റി കമ്പനിയാണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു റിയാലിറ്റി കമ്പനിയാണ്. അവർ ബാംഗ്ലൂരിൽ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളെല്ലാം തന്നെ ആരംഭിക്കുന്നുണ്ടെന്നുള്ള ഒരു ന്യൂസാണ്. പൂർവങ്കര കൊച്ചിയിലും ഇവർക്ക് പ്രൊജക്റ്റുകളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ജെറോം പവറിൻ്റെ സ്പീച്ച് ഉണ്ട്. അതാണ് ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റ് ഉറ്റുനോക്കുന്ന ഒരു പ്രധാന ഒരു ഘടകം. മാർക്കറ്റ് നിഫ്റ്റിനെ ഇന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റിലയൻസ്. റിലയൻസ് ഇപ്പോൾ ഓൾ ടൈം ഹൈ ആണുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ FISൻ്റെ ആക്ടിവിറ്റീസ് ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. FIS രാവിലെ തന്നെ സെല്ല് ചെയ്യുന്നത് മേ ബി FIS ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം നിഫ്റ്റിയുടെ 5 മിനിറ്റ് ക്യാൻഡിലാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവർ സെല്ലിംഗ് തന്നെയാണ് ഉണ്ടായിരുന്നത്. പൊതുവേ ഫസ്റ്റ് ഹാഫിൽ സെല്ല് ചെയ്യുന്നത് FIS ആണ്. അപ്പോൾ ഇന്ന് ഔട്ടായിട്ടില്ല. എനിവേ നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള FISൻ്റെ ഇന്നത്തെ ആക്ടിവിറ്റീസും FISൻ്റെ ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസും, ഫ്യൂച്ചർ മീൻസ് ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസും മറ്റുള്ള ഡീറ്റെയിൽസുമായിട്ട് രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.